കണ്ണൂരിലെ അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കുക എന്നതിലുപരി വിജയിക്കുക എന്ന ലക്ഷ്യമാണ് ബിജെപിക്കുള്ളതെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി കെ വിനോദ് കുമാർ. വിജയിച്ചുപോയ ആളുകൾ അഴീക്കോട് മണ്ഡലത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ജനങ്ങൾ എൻഡിഎ സ്ഥാനാർത്ഥിയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അഴീക്കോട് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കെ വിനോദ് കുമാർ തൻ്റെ പ്രചരണ പരിപാടികളുമായി മണ്ഡലത്തിൽ സജീവമാണ്. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. വളരെ വേഗത്തിൽ തന്നെ പ്രചരണ പരിപാടികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. പക്ഷേ അഴീക്കോട് BJP അടിച്ചു മുന്നേറുകയാണ്. ഇത്തവണ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. വോട്ട് വർദ്ധിപ്പിക്കാൻ നമ്മുടെ ലക്ഷ്യമേ അല്ല. വിജയത്തിൽ കുറഞ്ഞ ലക്ഷ്യം നമുക്കില്ല. വിജയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിന് പാകമാണ് അഴീക്കോട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ പോയിട്ടുള്ള MLA-മാരായിട്ടുള്ള ആളുകൾ ഈ പ്രദേശത്തെ വഞ്ചിക്കുകയായിരുന്നു. ഈ നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കിയില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മുടെ ഈ അഴീക്കോട് നിയോജകമണ്ഡലത്തിലെ അവസ്ഥ? BJP ഉറപ്പ് നൽകുന്നു ഈ നാട്ടിലെ ജനങ്ങൾക്ക്. BJP വിജയിക്കുകയാണെങ്കിൽ ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കും. PM ശ്രീ പദ്ധതി എന്ന് പറയുമ്പോൾ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും. നൈപുണ്യ വികസന കാര്യത്തിൽ കുട്ടികൾക്ക് അതിനനുസൃതമായി ഉയർച്ചയുണ്ടാക്കാൻ കഴിയും. അഡൽട്ട് ടിങ്കറിംഗ് ലാബ്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിദ്യാർത്ഥികളെ കൈവടച്ച് ഉയർത്താൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര സർക്കാർ കൊണ്ടുള്ള പദ്ധതിയാണ് അഡൽട്ട് ടിങ്കറിംഗ് ലാബ്. എല്ലാ വിദ്യാലയങ്ങളും നമ്മൾ യാഥാർത്ഥ്യമാക്കും. കുട്ടികൾക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഈ നിയോജക മണ്ഡലത്തിലെ ഒരു 100% PM ശ്രീ പദ്ധതി കൊണ്ടുവരാൻ BJP പരിശ്രമിക്കും. മാഷിപ്പോൾ ഇതിൽ ഓരോ പ്രദേശത്തൊക്കെ പോകുമ്പോൾ ഇത്തവണ മുന്നേ സാഹചര്യത്തെ അപേക്ഷിച്ച് നോക്കും, ഇപ്പോൾ ആളുകളിൽ നിന്നുണ്ടാകുന്ന ഒരു പൊതുവെയുള്ള റെസ്പോൺസ് ജനങ്ങൾ കയ്യൊന്നിട്ട് സ്വീകരിക്കുകയാണ്. അതായത് ഇടതും വേണ്ട വലതും വേണ്ട. ഈ സാഹചര്യം മാറണം. വിശ്വാസികളെ എതിർക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. വിശ്വാസം സംരക്ഷിക്കണം. കേരളം വികസിതമാകണം. സുരക്ഷിതമാവണം നമ്മുടെ കേരളം. ഇന്ന് കേരളം അരക്ഷിതമാണ്. അപ്പോൾ ഈ നിയോജക മണ്ഡലത്തിലെ ആളുകളുമായി ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം മുതൽ ഞാൻ ജനങ്ങളുമായി സമ്പർക്കത്തിലും അവരെ കാണാൻ പോകുന്ന ആളുകളാണ്. അവർ പറയുന്നു ഈ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ മാറണം. നരേന്ദ്രമോദി സർക്കാരിനെ അവർ ഉയർത്തിക്കാട്ടുകയാണ്. അതായത് അഴീക്കോട് ഇത്തവണ അത്ഭുതമുണ്ടാക്കും. സംശയം വേണ്ട. കാരണം ഈ അഴീക്കോട് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ നമുക്ക് 7 മെമ്പർമാരുണ്ടായി. കോർപ്പറേഷനിൽ 3 പേർ. അഴീക്കോട്, വളപട്ടണം, ചെറക്കൽ, പാപ്പിനിശ്ശേരി 4 പഞ്ചായത്തുകൾ നമുക്ക് ഓരോ മെമ്പർമാരുണ്ടായി. നോക്കൂ, പാപ്പിനിശ്ശേരി എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ സാമ്രാജ്യമാണ്. ചെങ്കോട്ടക്കാരുടെ സാമ്രാജ്യമാണ്. ചെങ്കോടിയല്ലാതെ മറ്റുള്ളവർ പാറാൻ അനുവദിക്കില്ല. ആ ചെങ്കോട്ടയിൽ പോയിട്ട് BJP ഇത്തവണ കാവി പതാക പാറിപ്പിച്ചു. നമ്മുടെ കുങ്കുമ ഹരിത പതാക പാറിപ്പിച്ചു. പാപ്പിനിശ്ശേരി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ, യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെങ്കിൽ അഴീക്കോട് 100% നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അത് ഈ തെരഞ്ഞെടുപ്പിൽ BJP തെളിയിക്കും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അതിലും വളരെ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കെ വിനോദ് കുമാർ ഉള്ളത്. ഇത്തവണ അഴീക്കോട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.